السلام عليكم ورحمة الله وبركاته. اليوم نحن ندرس عن الماضي. فعل الماضي. ماذا ترون على السبورة؟ ماذا؟ تا تي تو ت. ماذا تا تي تو ت؟ هل سمعتم الفعل الماضي؟ ماذا فعل الماضي؟ نعم past tense. കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കാണ് നമ്മൾ എന്താ പറയുക? മാളി എന്ന് പറയുക. നമ്മൾ മാളിയായ ഫീൽ എങ്ങനെയാണ് എഴുതുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫീൽ മാളി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? ഉദാഹരണം പറഞ്ഞേ. കത്തബ, അത് എന്താണ്? ഫീലുൻ മാളി, പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി, എഴുതി കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു പോയ കാര്യത്തിനാണ് എന്ത് പറയുന്നത്? മാളിയായ ഫീല് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ആദ്യം താ തി തു ത് എന്ന് എഴുതിയത്? മാളിയായ ഫീലിലെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ മിക്കവാറും തെറ്റിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. നോക്കാം. താ തി തു ത്, ഇതാണ് നമ്മൾ പറയുന്നത്. കത്തബ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? ഹുവ കത്തബ, അവൻ എഴുതി എന്നാണ്. അവൻ എഴുതി, എഴുതി. അങ്ങനെയാണെങ്കിൽ പൊതുവെ നമ്മൾ തെറ്റിക്കുന്ന ഒന്നുണ്ട്. ഞാൻ എഴുതി, എങ്ങനെയാ പറയാ? ഞാൻ എഴുതി. അന കത്തബ എന്ന് പറയോ? മിക്കവാറും നമ്മൾ എഴുതുന്നത് എന്താ? എഴുതി എന്ന് പറയണമെങ്കിൽ കത്തബ എന്ന് പറയും, ഞാൻ എന്ന് പറയണമെങ്കിൽ അന എന്ന് പറയും. സാധാരണ നമ്മൾ എഴുതുക അന കത്തബ എന്നാണ്. അൽ ഹദ സ്വഹീഹ്? ലാ, ഹദ ഖതഉൻ. ഹദ ഖതഉൻ. ഞാൻ എഴുതി എന്ന് പറയണമെങ്കിൽ എന്താ പറയുക? അന കത്തബ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? തു എന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ പറയാ? കതബ് തു. തു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കതബ് തു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി, മാളിയായ ഫീല്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇരുന്നു എന്ന് എങ്ങനെ പറയാ? ഇരുന്നു എന്ന് പറയണമെങ്കിൽ എന്താ പറയാ? ജലസ. അന ജലസ എന്ന് പറയോ? ഇല്ല. അവിടെ എന്ത് ചേർത്താൽ മതി? ജലസ്തു. ഈ തു വന്നതോടുകൂടി ഞാൻ ചെയ്തു എന്നുള്ള അർത്ഥമായി. ഞാൻ ഇരുന്നു. ഇനി ഞാൻ പോയി. ദഹബ് തു. ദഹബ് തു. ഇതാണ് നമ്മൾ ഞാൻ ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മാളിയായ ഫീലാണ് ഇതൊന്ന് പറഞ്ഞു. അൽ ഫീലുൽ മാളി. ഇപ്പോൾ തു എന്നുള്ളത് നമുക്ക് കിട്ടി. നമ്മളെ എല്ലാവരും മിക്കവാറും തെറ്റിക്കുന്ന ഒന്നാണ് അന കത്തബ, അന കറ എന്നെല്ലാം പറയും. അതിന് പകരം ഇനി എന്തേ പറയാൻ പാടുള്ളൂ? കതബ്തു, കറഅ്തു, ജലസ്തു, ദഹബ്തു, അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ത എന്തായിരിക്കും? ത എന്തിനാ ഉപയോഗിക്കുക? നീ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുക? ത. ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ കതബ് ത, നീ എഴുതി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദ്യം ചോദിക്കാറില്ലേ, നീ എന്താണ് എഴുതിയത്? അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കാം? മാതാ അന്ത കത്തബ എന്ന് ചോദിച്ചാൽ ശരിയാവോ? ഇല്ല. അപ്പോൾ എന്തേ ചോദിക്കണ്ടു? മാതാ കതബ്ത, നീ എന്താണ് എഴുതിയത്. അതുപോലെ നീ എവിടെയാണ് പോയത്? നീ പോയി എന്നുള്ളതിന് എന്താ പറയാ? താ ചേർത്തിട്ട് പറയുമ്പോൾ റഹബ്ത. ഇതിൻ്റെ കൂടെ നമ്മളൊരു ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കേ വേണ്ടു. എന്താണ്? ഐന. ഐന റഹബ്ത, നീ എവിടെയാണ് പോയത്. അപ്പോൾ തായും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ തീ എന്തായിരിക്കും? ആ താ പറയുമ്പോൾ തന്നെയാണ് തീയും. നീ എന്ന് പറയാൻ വേണ്ടി, നീ ചെയ്തു എന്ന് പറയാൻ തന്നെയാണ് എന്ത് ഉപയോഗിക്കുക? തീ ഉപയോഗിക്കുക. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? താ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ. എന്താ വ്യത്യാസം? താ എന്ന് പറയുന്നത് മുദക്കറായ ആളോടാണ് താ എന്ന് പറയാം. തീ എന്ന് പറയുന്നത് മുഅന്നസിനോടാണ്. ഇങ്ങനെ പറഞ്ഞാൽ ആണാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പറയപ്പെടുന്ന ആള് ആണാണെങ്കിൽ നീ എഴുതി എന്ന് പറയണമെങ്കിൽ കതബ്ത എന്ന് പറയും. അതൊരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ മുഅന്നസ് ആണെങ്കിൽ കതബ്തി എന്ന് പറയും. മീനിങ് എന്താണ്? ഒന്ന് തന്നെയാണ്.
ഇത് രണ്ടും സെയിം മീനിങ് ആണ്. നീ ചെയ്തു എന്നാണ്. വ്യത്യാസം ത എന്ന് പറഞ്ഞാൽ മുദക്കറിനോടും തി എന്ന് പറഞ്ഞാൽ മുഅന്നസിനോടുമാണ്. അപ്പോൾ ഉദാഹരണത്തിന് യാ ഫാത്തിമ ഐന, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെയാണ് പറയുന്നത്. ഐന ദഹബ് ത എന്ന് പറയോ? ഇല്ല. ഫാത്തിമ പെണ്ണായതുകൊണ്ട് എന്താ പറയുക? തി. ഐന ദഹബ് തി. അപ്പോൾ ദഹബ് തി, ജലസ്തി, ഖറഅതി, മത നിംതി, നീ എപ്പോഴാണ് ഉറങ്ങിയത്? മത ജിഅതി, നീ എപ്പോഴാണ് വന്നത്? ഇങ്ങനെയൊക്കെ പറയും. ത് എന്നുള്ളതോ? ത് എന്നുള്ളത് അതും മുഅന്നസിനോട് പറയുന്നതാണ്. കത്തബ നമ്മൾ നേരത്തെ പറഞ്ഞു മാളി പറയുമ്പോൾ കത്തബ. അപ്പോൾ കത്തബൽ വലതു എന്ന് പറയും. കത്തബൽ വലതു. ഈ വലതിൻ്റെ സ്ഥാനത്ത് ബിന്താണെങ്കിൽ എങ്ങനെ പറയാ? ഇങ്ങനെ പറയും, നാം. കത്തബത്, അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ത് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അൽ ഫഹിംതും ജയ്യിദൻ, നാം. അതാ അൽ ഫിഅലുൽ മാളി. നമ്മൾ ത, തി, തൂത്ത് എന്നെഴുതുന്നതിന് വ്യത്യസ്ത ആശയങ്ങൾ, അർത്ഥങ്ങളാണ് വരിക. അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇനി നിങ്ങൾ തെറ്റിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അതിന് മറുപടി തരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.